കേരളത്തിലെ ഇന്നത്തെ ഏറ്റവും അനാരോഗ്യകരമായ ഒട്ടും ആരോഗ്യത്തിന് പറ്റാത്ത ജോലി ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണും പൊട്ടി പറയും അത് വണ്ടി ഓടിക്കലാണ്. ഡ്രൈവർ ആവുക എന്നുള്ളതാണ് കേരളത്തിലെ ഏറ്റവും അനാരോഗ്യകരമായ ജോലി. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കറക്റ്റ് സമയത്ത് ഉറങ്ങാൻ പറ്റത്തില്ല, എല്ലാ ദിവസവും ഉറങ്ങാൻ പറ്റത്തില്ല, കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, പല സ്ഥലത്തു നിന്ന് പല ദിവസങ്ങളിൽ ഭക്ഷണം കഴിക്കേണ്ടി വരും, ഫാമിലി ആയിട്ടുള്ള ഇമോഷണൽ പ്രശ്നങ്ങൾ വരും, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ മൂഡെന്ന് പറയുന്നത് ആരാണോ നിങ്ങളുടെ വണ്ടിയിൽ ഉള്ള ആൾ അയാളുടെ മൂഡിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്സാണ്. പ്ലസ് ഇത്രയൊക്കെ അനുഭവിച്ചാലും വലിയ സേവിങ്സ് ഒന്നും കിട്ടാനും പോകുന്നില്ല. സോ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളിൽ ഭൂരിഭാഗം ആൾക്കാരും ഇപ്പം ഡ്രൈവർ ആകുക എന്ന് മാത്രമാണ്. ഇപ്പം നമ്മുടെ ജീവിതത്തിൽ ഡ്രൈവർ ആകാല്ല വേറെ ഓപ്ഷൻ ഇല്ല എങ്കിൽ കുറച്ച് കാലത്തേക്ക് ആ ജോലി എന്നിട്ട് മറ്റൊരു ജോലിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അതൊന്ന്. അല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ യങ്ങറായിട്ടുള്ള ഒരു പ്രായത്തിൽ ഒരു 20-നും 30-നും ഇടയ്ക്ക് പിന്നെയും ഡ്രൈവിംഗ് ജോലി ചെയ്താൽ കുഴപ്പമില്ല. പക്ഷേ അതിനുശേഷം മറ്റൊരു ജോലിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. പിന്നെ അതിനേക്കാളും നമുക്ക് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മളാരും ഡ്രൈവർമാരല്ലെങ്കിൽ പോലും നമ്മളിപ്പോൾ ഒരു ടാക്സിയിൽ യാത്ര ചെയ്യുക, അല്ലെങ്കിൽ നമ്മളൊരു ലോങ് ഡിസ്റ്റൻസ് ട്രാവലിന് വേണ്ടി ഒരു ട്രാവലറോ അല്ലെങ്കിൽ ഒരു ബസ്സോ ഒക്കെ ബുക്ക് ചെയ്തെന്ന് വിചാരിക്കുക. നമ്മൾ പുറകെ കിടന്ന് മറ്റേ പാട്ടിട്ട് ഡാൻസ് കളിക്കുകയും നമ്മുടെ കൂടെയുള്ള ആൾക്കാരോട് സംസാരിക്കുകയും നമ്മൾ കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കുകയും മാത്രം ചെയ്താൽ പോരാ, നമ്മുടെ ഡ്രൈവറുടെ ആരോഗ്യം കൂടെ ശ്രദ്ധിക്കുക. കാരണം അയാളുടെ കയ്യിലാണ് നമ്മുടെ ജീവനും ഉള്ളത്. അങ്ങനെ ആലോചിച്ചാലും അയാളുടെ ആരോഗ്യം നമുക്കിവിടെ പ്രധാനപ്പെട്ട. സോ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ പുള്ളിയും കൂടെ കഴിച്ചോ നോക്കുക. ഓരോ 1 മണിക്കൂർ 2 മണിക്കൂർ വണ്ടി ഓടി കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് ഒതുക്കിയിട്ട് അയാൾക്ക് നടു നിവർത്താനുള്ള ഒരു അവസരം നമ്മളായിട്ട് ഒതുക്കി കൊടുക്കുക. നിങ്ങളും നടു നിവർത്തിക്കൊള്ളുക, നിങ്ങളുടെ ആരോഗ്യത്തിന് നല്ലതാണ്. പിന്നെ എന്താ പറയുക, സഹജീവിയെ പോലെ അവരെ കാണുക, അല്ലാതെ വേലക്കാരെ പോലെ കാണാതിരിക്കുക. പിന്നെ എവിടെയെങ്കിലും പോകണമെങ്കിൽ കുറച്ച് നേരത്തെ ഇറങ്ങുക. അവരെ ഒരുപാടിട്ട് സ്ട്രെസ് ചെയ്ത് വണ്ടി സ്പീഡിൽ ഓടിപ്പിക്കാതിരിക്കുക. പിന്നെ ദീർഘദൂര യാത്രകൾ പോവുകയാണെങ്കിൽ വെളുപ്പിനെ ഇറങ്ങിയിട്ട് പോകുന്ന പരിപാടികളൊക്കെ പരമാവധി കുറയ്ക്കുക. കാരണം മനുഷ്യന്മാരല്ലേ, ആർക്കായാലും ഉറക്കം വരും. സോ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക.